സാലീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ കള്ളല്ലട്ടോ, ഇളനീരാണ്. അപ്പൊ നമ്മളെ പരിപാടി എന്താ പറയാ ജിസ്ക? നമ്മളെ പരിപാടി വാൽപ്പാറ വഴി വാൽപ്പാറ ഏർക്കാടുമാണ് നമ്മളെ പ്ലാനിങ്. ഇവര് രണ്ടാണ് നമ്മളെ വീഡിയോയില് ആദ്യമായിട്ടുള്ളത്. ഇയാള് പിന്നെ സ്ഥിരമായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പാലക്കാടിന്റെ ആ ഒരു മനോഹാരിതയിലൂടെയാണ് നമ്മള് പാലക്കാട് കണ്ടിട്ട് പണ്ട് ഭൂമി അപ്പൊ ഗൈസ് നമ്മളിപ്പോ വാൽപ്പാറയുള്ളത്. അപ്പൊ നമ്മള് റൂമിന്റെ പുറത്തുള്ളൊരു കാഴ്ച നോക്കി, നല്ല കോട മൂടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലെ താമസിച്ച്. പൊളിക്കല്ലേ? ഓഹോ, ഇതാണ് നമ്മളെ റൂം ഗൈസ്. അപ്പോൾ ഓക്കെ, ആകെ അലമ്പായി കിടക്കുക. ഒരുത്തം ബാത്റൂമിലുണ്ട്. देखा जब से चेहरा तेरा मैं तो हफ्तों से सोया नहीं किसी से कहूँगा नहीं ഇവിടെ നമ്മൾ നിറച്ചും കാട്ടുപോത്ത്. അമ്മോ ഭയങ്കര സംഭവട്ടാ കാട്ടുപോത്ത്. ഇതെത്രയാ? ഇത് കിടിയില്ല. യാ മോനെ സീൻ തന്നെ. ഇതെത്രയാ കാട്ടുപോത്ത്? നിറച്ചും കാട്ടുപോത്ത് മോനെ. വാൾപ്പാറയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് മോനെ. നിറച്ചും കാട്ടുപോത്ത്. പിള്ളേരെല്ലാം കാട്ടുപോത്തിന് നോക്കിക്ക. ഓക്കെ, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും. പക്ഷെ ഇതിന് ചുറ്റിലും ഉണ്ട് കേട്ടാ. ഇവിടെ ഭയങ്കര ഗാനമേള. അപ്പൊ നമ്മള് ആതിരപ്പള്ളിയിലേക്ക് പോകാം. വാൾപ്പാറയിൽ നേരെ ആതിരപ്പള്ളി റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടു. നല്ല വൈബ് സ്ഥലം. പിള്ളേരപ്പം നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അത് ചാടി കയറി ഇറങ്ങി പോകുന്നുണ്ട്. തേയിലത്തോട്ടിൻ്റെ അടിയിൽ കൂടെ അതാ പോന്നു. റജീസ്ക ഫുൾ അങ്ങെത്തി. ഷോളയാർ ഡാമിന്റെ വിസ്തൃത പ്രദേശം. അപ്പൊ നമ്മള് ഷോളയാർ ഡാം ഇത് കണ്ട, ഷോളയാർ ഡാമിന്റെ ഒരു വൃഷ്ടിപ്രദേശവും ഡാമാവും അത്. അതോ അടിപൊളി. യെസ്, ഷോളയാർ ഡാമിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല തൽക്കാലത്തേക്ക്. അവിടെ ക്ലോസ്ഡ് ആണ്. അവിടം വരെ വേണമെങ്കിൽ പോവാട്ടാ. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ്, ഈ ഡാമിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാം. അതിന്റെ മേളിൽ ശരിക്കും ഓപ്പൺ അല്ല, ചെറിയൊരു പോർഷൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് ചെയ്ത് മലക്കപ്പാറ. ഇനി നമുക്കൊരു കാടൊക്കെ ഉണ്ട്, അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വാഴച്ചാല അതിരപ്പള്ളി വഴി പോവാം. തീരെ ചെറിയ റോഡ്. ആ റോഡും സ്ഥലവും തമ്മിൽ നല്ല ഹൈറ്റ് വായിപ്പോയി. 2-3 പ്രാവശ്യം വെക്കും താറ് ചെയ്യുമ്പോഴത്തേക്ക്. നമ്മളെ കേരളത്തിന്റെ ഒരു ബ്യൂട്ടി കാണും. മലക്കപ്പാറ വഴി അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു റോഡായിട്ട്. അയ്യോ അതാരത്? ഓ പണിയുവാണ് ഇവിടെ. ആകെ അത്രയേ റോഡുള്ളൂ. അതിന്റെ മണ്ടയിൽ കാണാൻ ഇതിന്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങ് ആ ഭാഗത്തായിട്ട് നമുക്ക് കാട്ടുപോത്തിനെ കാണാം. അതുകൊണ്ട് അങ്ങ് ആ ഭാഗത്തായിട്ട് ആനയാ? ആനയായിട്ട് തോന്നുന്നു. ആനയൊന്നുമില്ല, പോത്തത്. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ഇനി 2 വാട്ടർഫോൾസ് ഉണ്ട്. എൻ്റെ മോനെ ഒരു സാധനത്തിന് കണ്ട നല്ല തടിമാടായിട്ടുള്ള. യോ മോനെ
സാധനം നമ്മളെ വാൾപ്പാറയിൽ നിന്ന് വാഴച്ചാൽ എത്തി. വാഴച്ചാൽ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി റജീസ് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊരു വനസിലെ ഇക്കോ ഷോപ്പുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട്. അപ്പം നമ്മളിവിടെ വാഴച്ചാലിലെ ഈ വാട്ടർഫോൾസ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ മുന്നേ വന്നതാണ്. ഇവിടെ മാലിന്യങ്ങളൊന്നും ഇട്ടത് 5000 രൂപ ഫൈനൊക്കെ ഇടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതധികം നടക്കാനൊന്നുമില്ല. അതിരപ്പള്ളി അപ്പുറത്തെ വാട്ടർഫോൾസ് വന്നിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വലിങ്ങനെ നടക്കാനൊന്നുമില്ല. എല്ലാവരും കോൺ ഐസ്ക്രീമും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോൾസ്. വെള്ളമൊക്കെ വളരെ കുറവാണ്, എന്നാലും അടിപൊളി നല്ല പാല് പോലെ ഒഴുകുന്നുണ്ട. നേരെ ഓപ്പോസിറ്റ് നല്ല ഫോറസ്റ്റാണ്. ഇവിടെ ഈ വെള്ളം തന്നെയാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് വരുന്നത്. അതിലൊരു ഫോൾസിൻ്റെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇതുവഴി പോയപ്പോൾ നമുക്ക് കയറിയെന്നേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വീഡിയോസ് ആതിരപ്പള്ളീൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആതിരപ്പള്ളീൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയുള്ളൊരു വ്യൂ. പിള്ളേരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയേക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ളൊരു കാഴ്ച കണ്ടോ. ഇതൊരു TNT എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം പേരെല്ലാം എഴുതി കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം. തുറങ്ങുന്ന കോഴി കണ്ട എത്ര പാടുണ്ട്. ഇവിടെ 1000 ചിക്കനൊക്കെ ഒരു ദിവസം ബുക്ക് എന്ന് പറയുന്നത് സംഭവമാണ്. ടേസ്റ്റൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം. 2 എണ്ണം ക്യൂ നിൽക്കുന്നുണ്ട. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കണ്ട, ഇതിൽ പൊതീനയും കക്കിരിക്കലുണ്ട്. നാരങ്ങയുണ്ട്. നാരങ്ങ ഇത് കണ്ട, ഇതൊരു നല്ലൊരു ആംബിയൻസ് അല്ലേ. വെള്ളത്തിൽ ഇതിലൊക്കെ ഇട്ടിട്ട് നമ്മളെ സാധനം വന്നിട്ടുണ്ട്. കുബൂസും ഷവായിയും. അപ്പോൾ ഇവിടുത്തെ ഷവായി തന്നെയാണ് ഇവിടുത്തെ ഭയങ്കര ടോപ്പായിട്ട് നിൽക്കുന്നത്. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോഫി ഒരു പീസ് എടുത്തിട്ട് ഒന്ന് വായിലിട്ടോക്കിയാ. നമ്മളെ നോഫി മണാക്കീസിൻ്റെ ഓണറാണ്. അങ്ങനെ നോഫി പൊളിയാ, അങ്ങനെ പൊളിയാ. ഓക്കെ.